വളരെ മര്യാദപരമായി സൗഹാർദ്ദപരമായി ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പോകാം. അങ്ങയുടെ അജണ്ട നടപ്പാക്കാനാണെങ്കിൽ ഈ ചർച്ചയ്ക്ക് സഹകരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ ഉത്തരം, ഓരോ വാക്കിനും എനിക്ക് ഉത്തരവാദിത്തമുണ്ട്, എന്റെ വാചകങ്ങൾക്ക് എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്റെ പാർട്ടി നിയോഗിച്ച പ്രകാരം ഞാൻ വന്നതാണ്. അങ്ങയുടെ മനസ്സിലിരിപ്പ് പറയാൻ വന്നതല്ല ഞാൻ. അതുകൊണ്ട് കേൾക്കാൻ താങ്കൾക്ക് ക്ഷമയുണ്ടെങ്കിൽ മാത്രം ഞാൻ ചർച്ചയിൽ തുടരാം. അല്ലെങ്കിൽ താങ്കൾക്ക് കൃത്യമായിട്ട് ഉത്തരം, അത് താങ്കൾ ഇഷ്ടപ്പെടുന്ന ഉത്തരം പറയാനുള്ളവരും അപ്പുറത്തുണ്ടാകും, അത് ചോദിച്ചാൽ മതി. കൃത്യമായി പറയുന്നു, 2020 ഉള്ള പോർട്ടലിലേക്ക് ആർക്കു വേണമെങ്കിലും കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും പേര് രജിസ്റ്റർ ചെയ്യാൻ, സന്നദ്ധ പ്രവർത്തനം നടത്താൻ, ഒരു വരുമാനവും പ്രതീക്ഷിക്കാതെ പ്രവർത്തനം നടത്താൻ താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. അവർക്കാണ് ട്രെയിനിങ് കൊടുത്തത്. അതിൽ ഏത് വിരുദ്ധ രാഷ്ട്രീയക്കാരുണ്ടാകാം, ഏത് ജാതിയിലും മതത്തിലും ഏത് രാഷ്ട്രീയത്തിലും ഉള്ളവരുണ്ട്. അത്തരത്തിലുള്ള ട്രെയിനിങ് ക്യാമ്പിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. ആ മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണം, വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണം, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണം, അതുപോലെ പശ്ചാത്തല വികസന രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾക്ക് തുടർച്ച വേണം. അതിന് ജനങ്ങളുടെ അഭിപ്രായം തേടണം. അതുപോലെ വികസനം ജനങ്ങളിലേക്ക് പ്രാദേശികമായിട്ട് എത്തണം. പ്രാദേശിക വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് നിർദ്ദേശമുണ്ടോ?